നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ് ESPN ബ്രസീലിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് വിനി ജൂനിയർക്ക് വമ്പൻ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ഡിനായ് ചെയ്തു, നോ പറഞ്ഞു എന്ന്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇതുവരെ വിനി സൗദി അറേബ്യയിൽ നിന്നുള്ള അപ്രോച്ചിനോട് നോ പറഞ്ഞിട്ടില്ല എന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീലിൽ നിന്നുള്ള ESPN ആണ്. ESPN ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ വാർത്ത അനുസരിച്ച് വിനീഷ്യസ് ജൂനിയർ ഹാസ് നോട്ട് യെറ്റ് സെയ്ഡ് നോ ടു ദി ഓഫർ ഫ്രം സൗദി അറേബ്യ. ആനുവൽ സാലറി ഞെട്ടിക്കുന്നതാണ്. 350 മില്യൺ യൂറോയുടെ ആനുവൽ സാലറിയാണ് കൊടുത്തിരിക്കുന്നത്, ഓഫർ കൊടുത്തിരിക്കുന്നത്. വിനീഷ്യസ് ഇതുവരെ ഓഫർ റിജക്റ്റ് ചെയ്തിട്ടില്ല. സൗദീസ് റയൽ മാഡ്രിഡുമായിട്ട് ചർച്ചയിലേക്ക് കടക്കുന്നു എന്നാണ് ESPN ബ്രസീലിൻ്റെ റിപ്പോർട്ടിലുള്ളത്. വിശദമായിട്ട് നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ഈ ഇൻഫർമേഷൻ അവർക്ക് ലഭിക്കുന്നത് ദി അത്ലറ്റിക്കിൽ നിന്നാണ്. ESPN അത് കൺഫേം ചെയ്തിട്ടുമുണ്ട് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ ഒഫീഷ്യൽ പ്രപ്പോസൽ ഫോർമലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. സൗദി അറേബ്യ വിനി ജൂനിയറെ അവരുടെ കൺട്രിയുടെ അംബാസഡർ, 2034 വേൾഡ് കപ്പിനുള്ള അംബാസഡറായിട്ട് മുന്നോട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ESPN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 350 മില്യൺ യൂറോയുടെ ഒരു സാലറി, അത് വളരെ അധികം ലക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ തന്നെയാണ്. പക്ഷേ വിനി ജൂനിയറുടെ സ്റ്റാഫ് ഇതുവരെ സൗദിയുടെ അപ്രോച്ച് റിജക്റ്റ് ചെയ്തിട്ടില്ല. അതായത് ആ എഗ്രിമെന്റിനുള്ള പോസിബിലിറ്റി തുറന്നിടപ്പെട്ടിരിക്കുകയാണ് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇനിയും നോക്കുക, അതേസമയം റയൽ മാഡ്രിഡ് താരത്തെ കൈവിടാൻ ഒരുക്കമല്ല. അങ്ങനെ പോകണമെങ്കിൽ 1 ബില്യൺ യൂറോയുടെ ആ ഒരു റിലീസ് ക്ലോസ് ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. 2027 വരെ താരത്തിന് റയലുമായിട്ട് കോൺട്രാക്റ്റുമുണ്ട്. എന്നാൽ ESPN പറയുന്നത് ബ്രസീലിയൻ താരത്തിൻ്റെ സ്റ്റാഫ് മനസ്സിലാക്കുന്ന കാര്യം, റയൽ മാഡ്രിഡ് ഈ ഒരു റിലീസ് ക്ലോസ് റെഡ്യൂസ് ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഡീല് നടക്കുകയുള്ളൂ എന്ന് അവരും മനസ്സിലാക്കുന്നതായിട്ട് റിപ്പോർട്ടിലുണ്ട്. ഏതായാലും കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുരോഗമിക്കുന്നു. ഇത് സംഭവിക്കുകയാണെങ്കിൽ അത് ഫുട്ബോൾ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒന്നായിരിക്കും. ഇത്തവണത്തെ ബാലൻ ഡി ഓർ കണ്ടൻഡേഴ്സിൽ തലപ്പത്ത് നിൽക്കുന്ന ആളാണ് വിനി ജൂനിയർ എന്ന കാര്യം കൂടി ഓർക്കുക. ഒരു യുവ സൂപ്പർ താരത്തെ തന്നെ സൗദി അറേബ്യ സ്വന്തമാക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. പക്ഷേ മാഡ്രിഡ് അത്ര എളുപ്പം വിനി ജൂനിയറെ കൈവിട്ട് കളയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ വാർത്ത വ്യാജമാണ് എന്ന തരത്തിലൊക്കെ ആളുകൾ പറയും. സ്വാഭാവികമാണത്, കാരണം ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഇങ്ങനെ തന്നെയായിരുന്നു നേരത്തെ ക്രിസ്ത്യാനോയുടെ വാർത്ത വന്നപ്പോഴും നെയ്മറുടെ വാർത്ത വന്നപ്പോഴും ഒക്കെ ആളുകൾ പ്രതികരിച്ചു. എന്തായാലും ESPN ബ്രസീൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ടിലൂടെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനും കഴിയും. ഇനി ഇത് വ്യാജമാണോ എന്നുള്ളത് വിനി തന്നെ പ്രതികരിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ESPN പുറത്തുവിടുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.